നിങ്ങളോട് രണ്ടുപേരോട്ടും ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ബെറ്റർ ഓഫർ വന്നാൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു. അതെ, അതിന് ഞങ്ങളിപ്പോ വെറും കൈയായിട്ടല്ല കയറി വന്നത്. ഏക്കറിന് 20 ലക്ഷം വെച്ച് പാർട്ടിയായിട്ട് ധാരണയായി. 25 ലക്ഷത്തിന്റെ ടോക്കൺ അഡ്വാൻസ് മൂപ്പര് തന്നിട്ടുണ്ട്. പക്ഷെ ജയപ്രകാശ്, ഞങ്ങള് വാക്ക് പറഞ്ഞു പോയല്ലോ. പിന്നെ ഒരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവര് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു വാക്ക് ഞങ്ങൾ വിളിച്ച് പറയണമായിരുന്നു. അത് തെറ്റായി പോയി, ഐ അഡ്മിറ്റ്. മാഡം, ഈ മേനോ സാറിനോട് മാഡം തന്നെ നേരിട്ട് സംസാരിക്കും. മൂപ്പർ ഒഴിയാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അതെങ്ങനെ പോവും? മേനോൻ സാർ ഒഴിയൊന്നുമില്ല. നീ മിണ്ടായിരിക്കും. ആ ഗണേശ, നീ മേനോ സാറിന് ഒന്ന് കൊടുക്ക്. സാർ ജയിപ്പേട്ടന് ഇതാ. നിങ്ങൾ നുണ പറയുകയാണെന്ന് ആരും പറഞ്ഞില്ല ജയപ്രകാശ്. ഹായ്, മേഡം ഒന്ന് സംസാരിക്കേ. ഞാൻ സ്പീക്കറിലിടാം. Good morning, Mrs. Koshi. I presume you have received the check that I had entrusted with Mr. Jayaprakash towards the payment on your property. I must say, Mrs. Koshi, from whatever little I have seen through photographs, you have excellent taste. And I'm really looking forward to spending time with my family in your estate. I'm leaving to Europe on a business tour, beginning of next month. And I am hoping we are through with the formalities before that. In the meanwhile, Mr. Jayaprakash will act on my behalf for your benefit on all discussions regarding the same. Okay, hope to see you soon, Mrs. Koshi. Good day. കേട്ടല്ലോ മാഡം, കോടീശ്വരനാ, അതുപോലെ കുഴപ്പക്കാരനും. ഈ തോട്ടം കൈവിട്ടു പോയെന്നറിഞ്ഞ ഞങ്ങളെ തട്ടിക്കളയാൻ കൊട്ടേഷൻ കൊടുക്കാൻ പോലും മൂപ്പര് മടിക്കില്ല. ഈ മാലിദ്വീപിലൊക്കെ അണ്ടർവേൾഡ് ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നാ പറയുന്നതേ. മേനോൻ സാറിന് ആശിച്ച തോട്ടം കിട്ടിയില്ല എന്നുള്ളൂ. ഞങ്ങളുടെ കാര്യം ഓർത്ത് നോക്ക്, ഏതാണ്ട് 2.5 കോടി കമ്മീഷൻ കിട്ടേണ്ട കച്ചവടമായിരുന്നു. അതെ, മേനോ സാറിനോട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കാല് വീണ് കരഞ്ഞിട്ടെങ്കിലും തണുപ്പിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാണ്ട് പോയാല് ഒരു കോമ്പൻസേഷൻ തന്നിട്ട് ഒഴിവാക്ക്. ശരി, ഹൗ മച്ച്? എന്തിനു മാഡം? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇയാള് എന്നാ ശരി, മാഡം ഒപ്പിട്ട നീ പേപ്പർ മതി വിൽപ്പന തടയാൻ. അത് ചെയ്യണോ? CH, നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. മേഡം എന്തെങ്കിലും തരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ 50 ലക്ഷം കിട്ടാണ്ട് കച്ചവടം മുതലാവും. അയ്യടാ, ന്യായമായിട്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടേണ്ടതാണെങ്കിലും കുറയ്ക്കണമെന്ന് മേഡം പറഞ്ഞപ്പോ കുറയ്ക്കണ്ടേ? അതുകൊണ്ട് നീ ഒരു ഫിഗറിന്റെ മുകളിൽ വാശി പിടിക്കരുത്, മോശമാണ്. ഞാനിപ്പോ പറയാൻ പോകും. ഇവന്മാരാണോ ആ പറഞ്ഞ ബ്രോക്കേഴ്സ്? എന്താടോ ഭയങ്കര ത്രട്ടനിങ് ആന്ന് പറഞ്ഞു. വരൂ. വക്കീല് വന്നു, പുറകെ പോലീസ് വരൂ. പണി പാളവും തോന്നിയ CH, ഞാൻ ഓടും. ഓടിയ കർണാടക പോലീസാ, കല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ട് പിടിക്കും. എന്തായിരുന്നു 50 ചോദിക്കണം, 25 കിട്ടിയാ വാങ്ങിക്കണം. എന്റെ മേനോന് കൊലയ്ക്ക് കൊടുക്കാനായിരുന്നു പ്ലാൻ. വണ്ടിക്കൂലി കിട്ടിയാ വാങ്ങിച്ചിട്ട് പോവായിരുന്നു. എന്നാ അത് ചോദിച്ചാലോ? രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്താൻ ഡോക്ടർ ഒപ്പിട്ട് കൊടുത്ത സെയിൽ ഓതറൈസേഷൻ ധാരാളം മതി. They're asking for 50 lakhs. പകുതി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആ പേപ്പേഴ്സ് ഇങ്ങ് മേടിക്കാം. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇവന്മാര് കോടതിയിൽ പോയാൽ നമ്മളെ ഇട്ടൊന്ന് വട്ടം കറക്കാൻ പറ്റും. കുറച്ചു കാലം അതിന്റെ പുറകെ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. അതിനൊന്നുമുള്ള സമയമില്ല. കൊടുത്തേര്, എത്രയെന്ന് വെച്ചാ. ഭീഷണിക്ക് വഴങ്ങിയിട്ടൊന്നുമല്ല, ഒരു ശല്യം ഒഴിവാക്കാനാ. നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പർ തിരിച്ചു തരണം. ഞാൻ തയ്യാറാക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് തരികയും വേണം. 25 രൂപ തരും. 25 എന്ന് പറഞ്ഞ 25 lakhs. അതെ, 25 lakhs. അത് മതിയാവോ? അത് മതിയാക്കണം. നെഗോസിയേഷന്റെ ചീപ്പ് ടോക്ക് വേണ്ടെന്ന് കരുതിയ തരാൻ പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു. അതിപ്പോ അത്ര മതി നിങ്ങൾ വെക്കും ഞങ്ങള്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതെ 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 അതെ. $25 ലക്ഷം, 1/4 കോടി ഇന്ത്യൻ റുപ്പി. ഡീനോട് നമ്മളൊരു വാക്ക് പറയണായിരുന്നു, അത് ഫാൾട്ടായി പോയി. പറഞ്ഞിരുന്നെങ്കിലേ
ഈ പണം ഷീലാകോശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കിടക്കുമായിരുന്നു. നിങ്ങൾ രണ്ടും പഴയ ദാരിദ്ര്യത്തിൻ്റെ വട്ടപ്പൂജ്യത്തിനകത്തും. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊക്കെ പാടിയത് വെറുതെ അല്ല, അതൊരു വലിയ സത്യമാണ്. ഈ 25 ലക്ഷം റുപ്യ ജയിപ്പിട്ടൊക്കെ ഫ്രീ ആയി തന്നൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? എവിടെ തീരാൻ ലേശം ആശ്വാസം ഉണ്ടാവും. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, പിന്നെ ആരും ഒരു പണിക്കും പോകൂലേ. ഈ 25 ലക്ഷം റുപ്യ ആരെങ്കിലും അടിച്ചോണ്ട് പോയാ ഇക്കൊക്കെ വലിയ ഫീലിംഗ് ആയിരിക്കില്ലേ? ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്താ ഒരു ഫീലിംഗ്? നിന്റെ ശവടക്ക് എനിക്ക് കൂടാൻ പറ്റില്ലല്ലോ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയില്ലേ? ലേശം അങ്ങോട്ട് മാറിക്ക് എണ്ണം തെറ്റിക്കാൻ. എപ്പോഴും എപ്പോഴും എണ്ണിയാ അത് കൂടുവൊന്നുമില്ല CH. ഒരു സുഖം. എത്ര കാലം ഇതിവിടെ ഇങ്ങനെ നിക്കുന്ന അറിയില്ലല്ലോ. ടച്ചിങ്ങിന്റെ ഒരു സുഖം. അത് പറഞ്ഞപ്പോ ജയിപ്പിട്ടാ ടച്ചിങ് തന്നെ വാങ്ങണ്ടേ? നന്നാവും. ഞാൻ വാങ്ങിയരാ. പോ. എന്ത് ജന്മം. ഇന്റർനെറ്റ് ശരിയായോ സാർ? ശരിയായി ഗണേശ. പണ്ട് ഇതിന് കണക്ഷൻ ഉണ്ടായിരുന്ന മാസാമാസം ബില്ല് വരുന്നതേ ഇവിടുത്തെ മുതലാളിമാർക്ക് പിടിക്കൂല, അങ്ങനെ കട്ടായതാ. ഇനി നമുക്ക് കൃത്യമായിട്ട് ബില്ലടയ്ക്കാം. യെസ് മേ ഐ കമിങ്. ഇംഗ്ലീഷ് അറിയാത്ത ആരാന്ന് തോന്നുന്നു. എന്തേ അപ്പച്ചൻ? അപ്പച്ചനോ? ഹൗസ് അപ്പച്ചനല്ലേ, സൈക്കിൾ ഷാപ്പിലെ. മൂപ്പര് 2 ദിവസമായിട്ടില്ല, അതാ മുറി. അല്ല, ഇവിടേക്ക് വരാനാ പറഞ്ഞേ. ഈ വിലാസോ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, അതാരാപ്പത്? ചന്തുകുട്ടിയാരനാണോ നമ്മളെ കേട്ടി? ഗണേശ അവരെ അകത്തേക്ക് വിട്. വാ മോനെ. മേനോൻ സാർ അപ്പച്ചനോ? ഇനിയിപ്പോ അപ്പച്ചൻ മേനോൻ എന്നാണോ പേര്? അപ്പച്ചൻ 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 അപ്പച്ച അപ്പച്ച അപ്പച്ചൻ മേരി അപ്പച്ചൻ മേരി. കണ്ടു. എന്താ താമസിച്ചേ? ബസ് 2-3 മാറി കയറി. പിന്നെ ഇവനെയും കൊണ്ടല്ലേ അപ്പച്ചാ വരുന്നേ. മടങ്ങി നിക്കേയില്ല, ഇരിക്കേയില്ല. അപ്പച്ചൻ മേരി അപ്പച്ചൻ. എങ്ങനുണ്ട് അപ്പച്ച കാലിന്റെ വയ്യായിക? അതങ്ങനെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാ. എനിക്ക് പൊറോട്ടയും ഇറച്ചിയും വേണം. ഇറച്ചിയും പൊറോട്ടയും, പൊറോട്ടയും ഇറച്ചിയും. ഗണേശ കാശുണ്ട് സാർ, ഞാൻ വാങ്ങിച്ചോളാം. പൊറോട്ടയും ഇറച്ചിയും, പൊറോട്ടയും ഇറച്ചിയും വേണം. തരി ഒന്ന് അടങ്ങിയിരി. പൊറോട്ടയും ഇറച്ചിയും. മൂപ്പരുടെ മോനും മോളോ? മേനോൻ എങ്ങനെ ക്രിസ്ത്യാനി മക്കള്? ഇവിടെ പിള്ളേരുണ്ടാക്കാൻ ജാതിയും മതവും തടസ്സമല്ല, ഉണ്ടായ പിള്ളേരുടെ ജാതിയെ പ്രശ്നമാകൂ. ഈ ചങ്ങായി ആളൊരു സസ്പെൻസ് ത്രില്ലനാട്ടോ. എന്താണ് നിങ്ങളുടെ അമ്മച്ചിയുടെ? വീട് വിട്ടിറങ്ങിയ ശേഷം കിടപ്പ് തന്നെയാ. കുര്യാക്കോസ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പലപ്പോഴായി വാങ്ങിയത് 6 ലക്ഷം ഉറുപ്പിക. പലിശയും പലിശയുടെ പലിശയായി ഇപ്പൊ അത് 25 ലക്ഷം ആയിന്ന. അത് കൊടുത്താലേ വീടിന്റെ ആധാരം തിരിച്ചു തരൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി അവിടുത്തെ പൊറുതി എന്നും പറഞ്ഞു. വീട് പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോയി ഒരു ദിവസം. പിന്നെ അവിടെ നിൽക്കാനുള്ള നാണക്കേട് കൊണ്ടാ കൂട്ടുപുഴയിലെ മാത്തുപ്പാപ്പന്റെ അവിടേക്ക് പോയത്. ഇപ്പൊ പാപ്പന്റെ ചായക്കടയുടെ ഒരു ഭാഗത്ത് കിടക്കുന്നു. അവിടെ പാത്രം മോറലും കുശിനിപ്പണിയും. 3 നേരം ആഹാരം കിട്ടും. അപ്പച്ചനൊന്നു വന്നാ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്താ കുര്യാക്കോസ് മുതലാളി വീട് തിരിച്ചു തന്നേനി. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. 25 അവരുടെയും പ്രശ്നം. നീ ഇതിനകത്ത് കിടന്നോ, നാളെ രാവിലെ വിളിക്കാം. സാറേ ഫുഡ് റെഡി. പൊറോട്ടയും ഇറച്ചിയും. കേട്ട് കൊച്ചേ, മിണ്ടാതിരിക്കെ. പൊറോട്ടയും ഇറച്ചിയും. ഇത്തിരി വെള്ളം കിട്ടുമോ? അതിനെന്താ അപ്പച്ച പൊറോട്ട അടി മേടിക്കുവേ. പൊറോട്ടയും ഇറച്ചി തരാൻ കൊച്ചേ. പൊറോട്ടയും ഇറച്ചിയും. കഴിക്ക്. ഇന്നിവിടെ കിടന്നിട്ട് രാവിലെ പോവാം. നാളെ പോവാമേ. ശരി, സമ്മതിച്ചു. പിടിക്കേ. നാളെ പോവാമേ. നാളെ പോവാ. നാളെ പോവാമേ. പൊറോട്ട ഇറച്ചി. ശരി, എടുക്കട്ടെ. പൊറോട്ട ഇറച്ചി. മക്കളാ, ഒരു ജന്മത്തിൽ കെട്ടിയാടാൻ നിരവധി പ്രച്ഛന്ന വേഷങ്ങൾ. അതാണ് മാമ്പറത്ത് ഗോപാലമേനോൻ അച്യുതമേനോന്റെ യോഗം. ഇവർക്ക് ഞാൻ സമ്പാദിച്ചു കൊടുത്ത വീടും പറമ്പും ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ കൊണ്ടുപോയി.
അമ്മയും 2 മക്കളും പെരുവഴിയില്. കരകയറ്റണം. നിവർന്നു നിൽക്കാൻ കാലുകൾക്കുറപ്പില്ലെങ്കിലും കണ്ണും പൂട്ടി തിരിഞ്ഞു നടക്കാനാവില്ലല്ലോ. മേനോ സാറേ, 25 ലക്ഷം ഉറുപ്പിയുണ്ട് ഇതിനുള്ളിൽ. ഇത് മുഴുവൻ മേനോ സാറിന്റെ ബുദ്ധി കൊണ്ട് നേടിയതാ. ഇത് വീതം വെക്കുമ്പോ ശതമാന കണക്കൊന്നും ഞങ്ങൾ പറയില്ല. എത്ര വേണോ ഇതിന്ന്? അല്ല, ഇനിയിപ്പോ ഇത് മുഴുവനും 500 ഉറുപ്പിക വേണം രാവിലെ വരെ തിരിച്ചയക്കാൻ. വിദേശത്തേക്ക് വിളിക്കാൻ കഴിയുമോ ജയപ്രകാശിന്റെ ഫോണിൽ നിന്ന്? ISD എന്റെ ഫോണിലുണ്ട്. ഒന്ന് വേണം. ഒരിത്തിരി മദ്യവും. തലച്ചോറിലെ ഇരുള് വീണ ഫാക്കൽറ്റികളെ ഒന്ന് ലിറ്റപ്പ് ചെയ്യാൻ. മേനോ സാറേ, ഒന്നുമില്ല. സത്യത്തില് നിങ്ങൾ ആരാ? അറുപതിൻ്റെ തുടക്കത്തില് മദ്രാസ് ലോ കോളേജിൽ നിന്ന് BL കഴിഞ്ഞ് കോഴിക്കോടെത്തി. കോടതിക്ക് പുറത്തുള്ള വ്യവഹാരങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. ഓരോ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴെല്ലാം അതെൻ്റെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങി. ഗാന്ധിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഹ്യൂമനിസം, റാഡിക്കൽ ഹ്യൂമനിസം, മാറി മാറി സ്വീകരിച്ച മന്ത്രദീക്ഷകൾ. അമ്മ എന്ന ലക്ഷ്മിയമ്മ, ആദ്യ ഭാര്യ, അവളുടെ ആ എലീറ്റ് ക്ലാസ് ക്ലെൻലിനെസ്, മനം പുരട്ടുന്ന ആഭിജാത്യത്തിൻ്റെ കൊച്ചമ്മകളി താങ്ങാവുന്നതിനപ്പുറമായപ്പോഴാണ് വിട്ടുപോയത്. കൂടല്ലൂരിലെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജർ ഉദ്യോഗം. ആ ഒറ്റപ്പെടലിൽ ആദ്യം വീട്ടുജോലിയും പിന്നെ കൂട്ടുകിടക്കാനും തയ്യാറായ ഗ്രേസി എന്ന പെൺകുട്ടി, ഒരു പാവൻ തോട്ടം തൊഴിലാളിയുടെ മോള്. കൂടല്ലൂർ വിട്ടുപോരുമ്പോൾ ഈ 2 കുട്ടികളും ജനിച്ചിരുന്നു. ഇരിട്ടിയിലെ ഒരു വീടും സ്ഥലവും വാങ്ങി താമസമാക്കി. അച്യുതനെ അബ്രഹാമാക്കാൻ ചില പള്ളിക്കാരും പട്ടക്കാരും. ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന പ്രയാസമൊന്നുമില്ല. പുതിയ ശരീരവും മനസ്സും പള്ളിക്ക് തരാൻ കഴിയുമെങ്കിൽ. മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ആരും വരില്ലെന്നായപ്പോഴാണ് അവിടെ വിട്ട് അലച്ചിൽ തുടങ്ങിയത്. ഫലമൊന്നും ഉണ്ടായില്ല. മിശ്രവിവാഹത്തിലെ സന്തതിയായതുകൊണ്ട് മാത്രമല്ല, സ്ത്രീധന കച്ചവടച്ചന്തയിലെ വിക്കാപ്പുരുളായി പോയി പാവം. CH ഫോണിങ്ങാ. അല്ല, ഈ പാതിരാത്രിയിൽ ആരെ വിളിക്കുന്നത്? നമ്മളെല്ലാം ഇരുട്ടില്. ഭൂമിയുടെ മറുവശത്ത് ഇപ്പോൾ പ്രഭാതമല്ലേ. അമേരിക്കയിലുള്ള മകള്, പിന്നെ യാത്രക്കിടയിൽ ഇപ്പം ജനീവയിലുള്ള മകൻ. സായിപ്പിൻ്റെ ഭാഷ പറഞ്ഞ അവരുടെ സ്റ്റെപ്പ് ബ്രദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും ഒരു ചായക്കടയുടെ ചായപ്പീന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്നറിയണം. ഒരു തരത്തിൽ പറഞ്ഞാൽ 2 മക്കളെ കിടപ്പാടം വീണ്ടെടുക്കാൻ മറ്റ് 2 മക്കളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഗതികെട്ട അച്ഛൻ.